അവസരം വന്നതിന് സന്തോഷം. കേരളത്തിലെ സഹകാരികളാകെ സന്തോഷിക്കുന്നൊരു കാര്യമാണ് കേരള ബാങ്കിന്റെ രൂപീകരണം. കേരള ബാങ്കിന്റെ രൂപീകരണത്തിലൂടെ നമ്മുടെ നാടില് നേരത്തെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കും ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകളും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ബാങ്ക്, അതിന്റെ സാധ്യത അനന്തമായിട്ടുള്ളതാണ്. കാരണം കേരളത്തിലെ സഹകരണ മേഖലയുടെ കരുത്ത് അത്ര വലുതാണ്. ഇതാണ് നാം ഇവിടെ പ്രയോഗിക്കാൻ ശ്രമിച്ചത്. നിർഭാഗ്യവശാൽ ഒരു ചെറിയ പ്രദേശം, 13 ജില്ലകൾ ഇതിന്റെ ഭാഗമായി മാറുമ്പോൾ ഒരു ജില്ല മാത്രം മാറി നിന്നിട്ട് ആ ജില്ലയും ഇതിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വസ്തുത. പക്ഷെ നിലവിലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില പ്രത്യേക നിലപാടുകൾ സ്വീകരിക്കപ്പെട്ടതിലൂടെയാണ് ആ ജില്ല ഇതിൽ ഉൾപ്പെടാതിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനി കാലതാമസമില്ലാതെ കേരള ബാങ്കിന്റെ ഭാഗമായി മാറുക എന്നാണ്. കാരണം കേരള ബാങ്കിലൂടെ ലഭ്യമാകാൻ പോകുന്ന അവസരങ്ങൾ ഒരു ജില്ലക്ക് മാത്രമായി നിഷേധിക്കുന്നത് ശരിയല്ല. ഉദാഹരണത്തിന് കേരള ബാങ്കിന്റെ ഇടപാടുകൾ പ്രാഥമിക ബാങ്കുകളിലൂടെ നിർവഹിക്കാനാണ്. കാരണം ഇതിനകത്ത് അംഗങ്ങളായിട്ടുള്ളത് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളും അർബൻ ബാങ്കുകളുമാണ്. ഈ സ്ഥാപനങ്ങളിൽ ഈ ബാങ്കിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുക. ഇതിന്റെ ഒരു ഘട്ടത്തിൽ, വികസനത്തിൻ്റെതായ ഒരു ഘട്ടത്തിൽ റിസർവ് ബാങ്കിന്റെ കൂടി അനുമതി ലഭ്യമാകും. നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്ന് സ്വന്തം നാട്ടിലേക്ക് പണമയക്കാൻ കേരള ബാങ്ക് അവിടെ ഒരുക്കുന്ന സംവിധാനം വഴി പണം നൽകിയ ആ പണം നൽകിയ ദിവസമോ തൊട്ടടുത്ത ദിവസമോ ആ പ്രദേശത്തെ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ ബാങ്കിലൂടെ ഇത് ലഭ്യമാണ്. ഇപ്പൊ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ഒരാളാണ് പണം സൗദി അറേബ്യയിൽ വെച്ച് നൽകുന്നതെങ്കിൽ ഈ പറഞ്ഞ പണം നിലമ്പൂരിലെ ബാങ്കിന് അന്നോ അടുത്ത ദിവസമോ നൽകാനാണ്. ഇതുണ്ടാക്കുന്ന പ്രത്യേകത എത്ര വലുതാണെന്ന് ആലോചിക്കും. യഥാർത്ഥത്തിൽ കേരള ബാങ്കിന്റെ പ്രവർത്തന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതൊരു ചെറിയ കാര്യം മാത്രം. ഇതുപോലുള്ള അനേകം കാര്യങ്ങൾ ഒരു ജില്ലയിലെ ആളുകൾക്ക് നിഷേധിക്കുന്നത് ശരിയല്ല. അവര് ഇത് സഹകരിക്കാതിരിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ഗൗരവമായി ചിന്തിക്കണം. ഒഴിഞ്ഞു നിൽക്കുകയല്ല വേണ്ടത്, ഇതിന്റെ ഭാഗമായി മാറുകയാണ്. കേരള ബാങ്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ സ്വന്തം ബാങ്കായി മാറാൻ പോവുകയാണ്. എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്ത്
RBI ചെലുത്തുന്ന എല്ലാ നിയന്ത്രണങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും ഈ ബാങ്ക് പ്രവർത്തിക്കുക. പൂർണ്ണമായും ഒരു പ്രൊഫഷണൽ സ്ഥാപനമായി തന്നെ ബാങ്ക് പ്രവർത്തിക്കുന്നതായിരിക്കും. ഇപ്പോ ഗോപി കോട്ടപ്പുറയ്ക്കലിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയിട്ടുള്ള ഡയറക്ടർ ബോർഡ് പ്രൊഫഷണലിസത്തിന് തന്നെയാണ് പ്രാമുഖ്യം നൽകി. അതേസമയം കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിന്റെ വിവിധ പ്രശ്നങ്ങളെ നേരിട്ട് മനസ്സിലാക്കിയവരും അതിനെ മനസ്സിലേറ്റിയവരുമാണ് ഈ ഡയറക്ടർ ബോർഡിൽ അംഗങ്ങളായി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ ഗൗരവമായി ഇടപെടൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നാണ്. കേരളത്തിന്റെ സഹകരണ മേഖല നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ വലിയ തോതിൽ ഇടപെട്ട് സഹായിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ നല്ലതുപോലെ സഹകരിക്കാനും സഹായിക്കാനും സഹകരണ മേഖല തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ KSRTCയുടെ കാര്യമെടുത്താലും നമ്മുടെ നാടിന്റെ സാമൂഹ്യ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലായാലും പാവങ്ങൾക്ക് വീട് നൽകുന്നതിന് സഹകരണ മേഖല നടപ്പാക്കിയ കെയർ ഹോം പദ്ധതിയായാലും നമ്മുടെ പാവങ്ങളുടെ സാമൂഹ്യ പെൻഷൻ കാര്യങ്ങളിലായാലും എല്ലാറ്റിലും ഒരുപാട് കാര്യങ്ങൾ സഹകരണ മേഖല ഇടപെട്ടിട്ടുണ്ട്. അതിനെല്ലാം ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്ന സാമ്പത്തിക സ്ഥാപനമായിട്ടാണ് കേരള ബാങ്ക് മാറാൻ പോകുന്നത്. ഒരു സംശയവുമില്ല, അനന്തമായ സാധ്യതയാണ് ഈ ബാങ്കിന്റെ ഭാവി പ്രവർത്തനങ്ങളിൽ നമുക്ക് മുന്നിലുള്ളത് എന്ന് നാം കാണണം. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ നമ്പർ 1 ബാങ്കായി കേരള ബാങ്ക് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. സഹകരണ മേഖലയില് എപ്പോഴും കേരളത്തിന്റെ സഹകരണ സ്ഥാപനങ്ങൾ നമ്പർ 1 സ്ഥാനങ്ങൾ നേടാറുണ്ട്. ഇവിടെ വേറൊരു രീതിയിലേക്ക് വരിക, എല്ലാ ഷെഡ്യൂൾ ബാങ്കുകളെയും എടുത്താൽ അതിൽ നമ്പർ 1 ആയി കേരള ബാങ്ക് മാറാൻ പോകുന്നു എന്നതും നാം കാണേണ്ടതായി. എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയുമാണ് ഇതിന് വേണ്ടത്. അതുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പുതിയ ബാങ്ക് ഡയറക്ടർ ബോർഡിന് അവരൊരു ചരിത്ര ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. ആദ്യത്തെ ഡയറക്ടർ ബോർഡാണ്. അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. പ്രാഥമിക സഹകരണ സംഘങ്ങളാണ് ഇതിലുള്ള അംഗങ്ങൾ. അപ്പോ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ബോർഡാണ് ഇപ്പൊ അധികാരത്തിൽ. ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഇനി അങ്ങോട്ട് അവർക്ക് വലിയ പങ്ക് വഹിക്കാണ്. നേരത്തെ നമ്മുടെ കാർഷിക വായ്പ, മറ്റു വായ്പകളെല്ലാം കൊടുക്കുന്നത് പ്രാഥമിക ബാങ്കുകൾ വഴിയാണ്. പക്ഷെ അത് നേരത്തെ നൽകിയിരുന്നത് ജില്ലാ ബാങ്ക് പ്രാഥമിക ബാങ്കുകൾക്ക് നൽകിക്കൊണ്ടായിരുന്നു. സംസ്ഥാന ബാങ്ക് ജില്ലാ ബാങ്കിന് കൊടുക്കും, ജില്ലാ ബാങ്ക് പ്രാഥമിക ബാങ്കുകൾക്ക്. ഇപ്പൊ ഇനി ആ പ്രശ്നമില്ല, നേരിട്ട് പ്രാഥമിക ബാങ്കുകൾ വഴിയാണ്. അപ്പോൾ ഡയറക്ട് കണക്ഷൻ ഇവർ തമ്മിലുണ്ട്. അതാണ് ധാരാളം ബാങ്കുകൾ അങ്ങനെയില്ല. ധാരാളം ബാങ്കുകൾ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒറ്റപ്പെട്ട പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് സഹകരണ മേഖല പരിശോധിക്കും. അല്ല, അതൊക്കെ ഇപ്പൊ ഞാൻ പറയേണ്ടതല്ല. ശരി, അവര് പ്രവർത്തനം ആരംഭിക്കട്ടെ, എന്നിട്ട് അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങള്. നമ്മളിപ്പോ അതിനെ പറ്റി അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കണ്ട. ഇപ്പൊ നമുക്ക് ഇവിടെ നിൽക്കാന്നാണ് നോക്കുന്നത്.
പൂർണ്ണമായും ഇടതുമുന്നണിക്ക് CPM ഒരു ആധിപത്യമുള്ള ഒരു ഭരണസമിതിയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉൾപ്പെടുത്താനുള്ള അങ്ങനെ അതിനെ കാണേണ്ടതായിട്ടില്ല. ഇത് സാധാരണ നിലക്ക് ഇപ്പോ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയപ്പോഴുള്ള ഘടന എന്താണ്? സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആയപ്പോഴും ഓരോ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവര് ഇതിൽ ഡയറക്ടർമാരായിട്ട് വരികയുണ്ടായി. ഞാനിതിന്റെ സംസ്ഥാന ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നയാളാണ്. എനിക്ക് ഇതിന്റെ അനുഭവം. അതൊന്നും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു വേദിയല്ല. ഓരോ ബാങ്കിൽ നിന്നും വരുന്നവരും ഇതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെയും നടക്കുക. ഇതിന്റെ അതിനേക്കാളും കൂടുതൽ പ്രൊഫഷണലിസം കൂടി ഉണ്ടാവും. ആ പ്രൊഫഷണലായിട്ടാണ് കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത്. ഇത് മാത്രമേ ഉണ്ടാവും വ്യത്യാസം. നമുക്കിവിടെ അതൊക്കെ ആ നിലക്ക് തന്നെ നടക്കും. അത് കൂടുതൽ ശക്തമായ രീതിയിൽ നടക്കും. അതാണ് ഉണ്ടാക്കാൻ. അപ്പൊ ശരി.